ചേച്ചി അങ്ങനെ പറയാൻ പാടുണ്ടോ? അമ്മ പറ. അല്ലടി, അവള് വേറൊന്നും വിചാരിച്ചോണ്ട് പറഞ്ഞതായിരിക്കത്തില്ല. ചേച്ചി ഒന്നും വിചാരിച്ചില്ല. ചേച്ചി വെറുതെ ബോധക്കേടോട് പറഞ്ഞതാണ്. നമ്മൾ ഈ വീട്ടിൽ എന്തൊക്കെ സംസാരിക്കുന്നുണ്ട് അതൊക്കെ നാട്ടിൽ പോയി പറയുന്നത് ശരിയാണോ? ശരിയാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ചേച്ചിയുടെ എന്തൊക്കെ കാര്യങ്ങൾ പറയാം. ഞാൻ പറയുന്നുണ്ട്, അതല്ല പറയുന്നില്ലല്ലോ. അല്ല, അത് അവക്ക് എന്ത് പറയണേ എന്ത് പറഞ്ഞുകൂടാന്ന് അറിഞ്ഞൂടാ. അത് അങ്ങനത്തെ ഒരു ജന്മമായി പോയി. എന്ത് അങ്ങനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മ ചേച്ചി ഇപ്പൊ ഒരു പോസ്റ്റ് ഇരിക്കുന്നതാണ്. അപ്പൊ ചേച്ചി എപ്പോഴും സംസാരിക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം. ഇത് ഞാൻ പോയി ചേച്ചിയോട് പറയുമ്പോഴില്ല, ചേച്ചി വെറും നിസ്സാരമായിട്ട് അതിനെ കണ്ടേക്കാണ്. അതാണ്, അത് അവിടെ അങ്ങനെ അത് കണ്ടോളൂ. അങ്ങനെയൊന്നുമല്ല, അമ്മ കൂടുതലൊന്നും ന്യായീകരിക്കണ്ട. പിന്നെ അല്ല, അങ്ങനെ പറയരുത്. ഞാൻ പറഞ്ഞു, നീ ഇതൊരു വലിയ വിഷയമാക്കി എടുക്കരുത്. കോട്ടയെന്ന് കരുതി നീ അങ്ങ് ക്ഷമിക്കുക. ഞാൻ ക്ഷമിക്കുകയാണല്ലോ. ആ പെണ്ണുങ്ങളുടെ മുമ്പിൽ ഞാൻ ഉരുകിപ്പോയി, അറിയാമോ? ഇത് നമ്മുടെ വീട്ടിലുള്ളവർ തന്നെ നമ്മളിങ്ങനെ പറഞ്ഞാലാ? അവൾമാരാണെങ്കിൽ എന്തെങ്കിലും കിട്ടാൻ കാത്തിരിക്കുകയാണ്. എന്ത് കുറ്റം കണ്ടുപിടിക്കണമെന്ന് പറയാനാണ് അവൾമാരിയ്ക്കണത്. എനിക്കങ്ങോട്ട് ദേഷ്യം വന്ന്. അച്ചാച്ചനാണല്ലോ. ഹലോ. തങ്കച്ചേട്ടത്തിക്ക് ചെറിയൊരു അപകടം പറ്റി. ഇപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞിട്ട് ആ സ്റ്റേജിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയതാ. അപ്പൊ കാലും എടുത്തു. അപ്പൊ പിടിക്കാൻ വാക്കൊന്നും കിട്ടിയില്ല. അങ്ങനെ മറിഞ്ഞു. കാലിന് ചെറുതായിട്ട് നല്ല നീരുണ്ട്. അല്ലേ? എന്നിട്ട് ഇപ്പൊ എവിടെ ഉണ്ട് ചേച്ചി? ഇപ്പൊ ഹോസ്പിറ്റലിൽ. ഏത് ഹോസ്പിറ്റലില്? നമ്മുടെ ജംഗ്ഷനിലെ മെഡിക്കലില്. അപ്പൊ പാർട്ടിക്കാരെല്ലാം ഞങ്ങളൊരു ഓട്ടോ വിളിച്ചോണ്ട് കൊണ്ടുവന്നു. അല്ല, എന്നിട്ട് കാലിന് വല്ലതും പറ്റിയാ? കാലിലിപ്പോ അവര് ഒബ്സർവേഷൻ നോക്കിക്കൊണ്ടിരിക്കുക. അന്ന് ഞാൻ അങ്ങോട്ട് വരട്ടെ? അല്ല, വേണ്ട വേണ്ട, എന്തോ പറയുന്നത് നോക്കിട്ടെ ഞാൻ വിളിക്കാം. വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ? ഇല്ല, വേറെ കുഴപ്പമില്ല. കാലിൽ ഇങ്ങനെ നീര് പൊങ്ങിയിട്ടുണ്ട്. ആണോ? എന്തെങ്കിലും അറിഞ്ഞ അപ്പൊ തന്നെ വിളിക്കണേ. വിളിക്കാം. അമ്മ, ചേച്ചി അവിടെ ചെറുതായിട്ട് വീണെന്ന്. അപ്പൊ കാലിന് എന്തോ പറ്റി. ചേട്ടാ, 200 അല്ലേ? അല്ല, ഞാൻ ചേട്ടാ പോക്കോ. പൈസ കൊടുത്തോ? കൊടുത്തു. പൊന്നുകുഞ്ഞ്, ഇതെന്തോ സംഭവിച്ച്? എന്തോ പറ്റി? എന്ത് പറ്റിയാ ചേച്ചാ? സ്റ്റേജിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയപ്പോഴാ കാലൊന്നും മടുത്തു. വീഴാൻ പോയപ്പോഴത്തേന് പിടികിട്ടിയില്ല. പിടികിട്ടി. അല്ല, ഇപ്പൊ അങ്ങോട്ട് പോണ്ട. അവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ. ഇവിടെ കഴിച്ചിട്ട് അങ്ങ് പോകാം. വേണ്ട, എനിക്ക് നിന്റെ ഒന്നും വേണ്ട. രാവിലെ തന്നല്ലോ, നല്ലോണം വയറു നിറച്ച് എനിക്ക് കിട്ടിയായിരുന്നല്ലോ. ചേച്ചി അത് മനസ്സിൽ വിചാരിച്ചോണ്ടിരിക്കണോ? അതെ. നീ വന്നേ വാ. കണ്ട കാലം അനക്കല്ലേന്ന് പറഞ്ഞേക്കുവാന്ന്. ഞാനും കൂടെ പിടി. ശകലം അനക്കല്ലേന്ന് പറഞ്ഞതാ. ചോറ് അങ്ങോട്ട് കൊണ്ടുവരാം. രോഗിയാണ്, എനിക്ക് കാലിനേ ഉള്ളു കുഴപ്പം. ഞാൻ ഒരു ഇച്ചിരി കഞ്ഞി ഉപ്പിട്ടെടുത്തോണ്ട് വരട്ടെ? ഇല്ല, വേണ്ട, ഇല്ല. സൂക്ഷിച്ചു പോ മകളെ.